പ്രകൃതിയിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. അവിടെ പകലും രാത്രിയും മാത്രമല്ല ഉള്ളത്, രണ്ടും കൂടിക്കലരുന്ന മനോഹരമായി സന്ധികളുമുണ്ട്. കടലും കരയും മാത്രമല്ല, രണ്ടും ഒന്നാകുന്ന തീരങ്ങളുമുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ലിംഗഭേദവും. ആണ് പെണ്ണ് എന്നീ രണ്ട് കണ്ണികളിൽ നമ്മൾ മനുഷ്യനെ തളച്ചിടുമ്പോൾ പ്രകൃതി ചിരിക്കുകയാണ്. കാരണം പ്രകൃതിയുടെ പുസ്തകത്തിൽ ലിംഗം എന്നത് ഒരു നേർരേഖയല്ല, അതൊരു മഴവില്ലാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചത് XX ക്രോമസോം എന്നാൽ പെണ്ണെന്നും XY എന്നാൽ ആണെന്നും മാത്രമാണ്. എന്നാൽ ജനിതക ശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഈ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് കാണാം. XXY, XYY, XO എന്നിങ്ങനെ വൈവിധ്യമാർന്ന ക്രോമസോം ഘടനകളുള്ള ഇന്റർസെക്സ് മനുഷ്യർ നമ്മൾക്കിടയിൽ തന്നെയുണ്ട്. അതൊരു വൈകല്യമല്ല, മറിച്ച് പ്രകൃതിയുടെ വർണ്ണ വൈവിധ്യമാണ്. മൃഗലോകത്തേക്ക് നോക്കൂ. ആവശ്യത്തിനനുസരിച്ച് ലിംഗം മാറുന്ന ക്ലൗൺ ഫിഷുകൾ, ഒരേ സമയം ആണും പെണ്ണുമാകുന്ന ഒച്ചുകൾ, പൂക്കൾ. ലിംഗം എന്ന ആശയം വെറും ജൈവഘടനയിലേക്കും പുരുഷ സ്ത്രീ എന്ന രണ്ട് ലേബലുകളിലേക്കും ചുരുക്കി വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ന് ഏറെ പിന്നിലാണ്. മനുഷ്യന്റെ ശരീരവും തിരിച്ചറിവും ശാസ്ത്രവും സാമൂഹിക ബോധവും ചേർന്ന് പുനർനിർവചിക്കപ്പെടുന്ന ഈ കാലത്ത് ആർക്കാണ് ഗർഭം ധരിക്കാൻ കഴിയുക എന്ന ചോദ്യം പോലും പുതിയ അർത്ഥങ്ങളിലേക്കാണ് വഴിമാറുന്നത്. സിയ പവലും വാർത്തകളിൽ ഇടം പിടിച്ച ആദ്യ ട്രാൻസ്മാൻ പ്രഗ്നൻസി എന്ന ചരിത്ര മുഹൂർത്തം ലിംഗത്തെക്കുറിച്ചുള്ള പഴയ ചിന്തകൾക്ക് നേരെ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ശാസ്ത്രീയവും സാമൂഹികവുമായ മറുപടികളിൽ ഒന്നായി മാറുന്നു. ട്രാൻസ്മാൻ ആയ സഹദ് ജനന സമയത്ത് സ്ത്രീ ശരീരഘടനയോടെ ജനിച്ച വ്യക്തിയാണ്. അതായത് യൂട്രസ്, ഓവറീസ് തുടങ്ങിയ ഗർഭധാരണത്തിന് ആവശ്യമായ ജൈവ അവയവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലൈംഗിക തിരിച്ചറിവ് പുരുഷനായി മാറിയെങ്കിലും മെഡിക്കൽ ട്രാൻസിഷന്റെ ഭാഗമായി യൂട്രസ് നീക്കം ചെയ്തിട്ടില്ലാത്തതിനാൽ ഗർഭം ധരിക്കുക ശാസ്ത്രീയമായി സാധ്യമായിരുന്നു. എൻഡോക്രിനോളജി ശാസ്ത്രത്തിന്റെ ഭാഗമായ ഹോർമോൺ തെറാപ്പി താൽക്കാലികമായി നിർത്തിയതിനു ശേഷമാണ് ഗർഭധാരണം നടന്നത്. ഇത് മെഡിക്കൽ മേൽനോട്ടത്തോടെയും ഗൈനക്കോളജിസ്റ്റുമാരുടെയും എൻഡോക്രിനോളജിസ്റ്റുമാരുടെയും നിരന്തര പരിചരണത്തോടെ നടന്നതായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പുരുഷൻ ഗർഭം ധരിച്ചു എന്ന വാചകം ഒരു സാമൂഹിക തിരിച്ചറിവ് സൂചിപ്പിക്കുന്നതാണെന്നും ജൈവപരമായി ഇത് യൂട്രസ് ഉള്ള മനുഷ്യൻ ഗർഭം ധരിച്ചു എന്ന ശാസ്ത്രീയ സത്യത്തിലേക്കാണ് എത്തുന്നതെന്നും ആണ്. ഭാവിയിൽ സ്ത്രീകളുടെ ഗർഭധാരണം പൂർണ്ണമായി മാറി ജൈവ പുരുഷന്മാർ ഗർഭം ധരിക്കുന്ന ഒരു കാലം വരുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. നിലവിലെ സാഹചര്യത്തിൽ യൂട്രസ് ഇല്ലാത്ത ജൈവ പുരുഷ ശരീരത്തിൽ ഗർഭധാരണം സാധ്യമല്ല. എന്നാൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ മേഖലയിൽ യൂട്രസ് ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷണാത്മക ഘട്ടത്തിൽ മുന്നേറുകയാണ്. യൂട്രസ് ട്രാൻസ്പ്ലാന്റ് വഴി സ്ത്രീകൾക്ക് വിജയകരമായ പ്രസവങ്ങൾ ഇതിനകം ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് പുരുഷ ശരീരത്തിൽ പ്രായോഗികമാകാൻ ഹോർമോൺ ബാലൻസ്, രക്തവാഹിനികളുടെ ഘടന, പ്രതിരോധ വ്യവസ്ഥ തുടങ്ങിയ അനവധി ശാസ്ത്രീയ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കാലയളവിൽ ഇത് ഒരു സാധാരണ സാമൂഹിക പ്രവണതയായി മാറാൻ സാധ്യത കുറവാണ്. എങ്കിലും ശാസ്ത്രത്തെക്കാൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ ചിന്താഗതിയിലാണ്. ഇന്നത്തെ തലമുറ ലിംഗ തിരിച്ചറിവിനെയും കുടുംബഘടനകളെയും കൂടുതൽ മാനസികമായി ശാസ്ത്രീയ ബോധത്തോടെ സമീപിക്കുന്നുണ്ട്. ഈ തലമുറയുടെ മാറ്റം ഭാവിയിലെ സാമൂഹിക പുരോഗതിയുടെ ഏറ്റവും വ്യക്തമായ സൂചനകളിലൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടും.